സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ നടത്തുന്ന പണിമുടക്ക് പൂർണ്ണം. ഇതേ തുടർന്ന് സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന യാത്രക്കാർ ബുദ്ധിമുട്ടിലായി. വിദ്യാർത്ഥികളുടെ നിരക്ക് വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ടാണ് സൂചനാ പണിമുടക്ക്. ഇതേസമയം സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് രാത്രി 12-ന് ആരംഭിക്കും. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, അനാവശ്യമായി ബസ്സുകൾക്ക് പെറ്റിയടിക്കുന്ന നടപടി അവസാനിപ്പിക്കുക, ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് നടത്തുന്നത്. ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് തീരുമാനം. സ്വകാര്യ ബസ് ഉടമ പ്രതിനിധികളുമായി തിങ്കളാഴ്ച മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നടത്തിയ ചർച്ചകളിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് സൂചനാ പണിമുടക്ക് നടത്തിയത്. സംയുക്ത ബസ് ഉടമ സമിതിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. പണിമുടക്ക് വിവിധ മേഖലകളിലെ ജനങ്ങളുടെ യാത്രയെ സാരമായി തന്നെ ബാധിച്ചു. സ്വകാര്യ ബസ്സുകളെ പ്രധാനമായും ആശ്രയിക്കുന്ന ഉൾനാടൻ മേഖലയിൽ ഉള്ളവരെയാണ് പ്രധാനമായും സ്വകാര്യ ബസ് പണിമുടക്ക് ബാധിച്ചത്. 15-നകം വീണ്ടും ചർച്ച നടത്താമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തീരുമാനമാകുന്നില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. ഇതേസമയം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ദേശീയ പണിമുടക്ക് നടത്തും. ചൊവ്വാഴ്ച രാത്രി 12 മുതൽ ബുധനാഴ്ച രാത്രി 12 വരെയാണ് പണിമുടക്ക്. ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പണിമുടക്കിന് പിന്തുണയുമായി സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും വിവിധ ട്രേഡ് യൂണിയനുകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടെ കേരളത്തെ ദേശീയ പണിമുടക്ക് സാരമായി തന്നെ ബാധിക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, കൊല്ലം.